അമ്പലപ്പുഴയിൽ ജി സുധാകരൻ CPM പോര് കടുക്കുന്നു. കള്ള് വാങ്ങിക്കൊടുത്താൽ ആരെയും തെറിവിളിക്കുന്ന കോമാളിയായി ജി സുധാകരൻ അധപ്പതിച്ചുവെന്ന് സലാം. പിണറായി വിജയന്റെ ഔദാര്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാത്തത്. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ സുധാകരന് യോഗ്യതയില്ല എന്നും വിമർശനം. പിണറായി വിജയനെ ജി സുധാകരൻ ഇന്നലെ നനഞ്ഞ കോഴി എന്ന് വിളിച്ചതിന്റെ മറുപടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രഘുനാഥ് നാരായൺ പാർട്ടിയിൽ നിന്ന് വിട്ട് ഇത്തരത്തിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് കോൺഗ്രസ് അനുകൂലമായി നിന്നുകൊണ്ട് വിജയവും നേടി വീണ്ടും ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളിവാരി എറിയൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന് പാർട്ടി ഇടയ്ക്ക് തീരുമാനമെടുത്തതുമാണല്ലോ. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം CPM കൈക്കൊണ്ടത്. എന്നാൽ ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വിമർശനം ഉണ്ടായാൽ അതേ രീതിയിൽ തന്നെ മറുപടി നൽകും എന്ന് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവായ സജി ചെറിയാൻ അടക്കമുള്ള നേതാക്കൾ പലതവണ പരസ്യമായി പറയുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസമായി അങ്ങനെ ഒരു വെടിനിർത്തൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ജി സുധാകരന്റെ അമ്പലപ്പുഴയിലെ MLA ഓഫീസിൽ ഉദ്ഘാടനമായിരുന്നു. KC വേണുഗോപാൽ MP ആണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനത്തിന് ശേഷം ജി സുധാകരൻ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിലാണ് പിണറായി വിജയനെ നനഞ്ഞ കോഴി എന്ന് തന്നെ KN ബാലഗോപാൽ സംസാരിക്കാൻ അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു വിമർശനം ജി സുധാകരൻ ഉന്നയിച്ചത്. ഇതിന്റെ മറുപടിയായിട്ടാണ് അമ്പലപ്പുഴയിലെ മുൻ MLA-യും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ സലാം ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പണ്ടൊക്കെ നാട്ടിൽ ഒരു കുപ്പി കള്ള് വാങ്ങിക്കൊടുത്താൽ ആരെയും തെരുവിളിക്കുന്ന ഒരാളെ കാണാൻ പറ്റുമായിരുന്നു. ഈ കോമാളിത്തരം കാണുമ്പോൾ ജനങ്ങൾക്ക് അയാളെയാണ് ഓർമ്മ വരിക എന്നുള്ളതാണ് സലാമിന്റെ വിമർശനം എന്ന് മാത്രവുമല്ല, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സുധാകരൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഒരു അഴിമതി വിരുദ്ധ മുഖമുണ്ട്. ആ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ പിണറായി വിജയന്റെ ഔദാര്യമാണ് എന്നാണ് സലാം പറഞ്ഞു വെക്കുന്നത്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജി സുധാകരൻ പണം പിരിക്കുന്നു. അന്ന് അദ്ദേഹം അമ്പലപ്പുഴ MLA ആണ്. ഈ മാനദണ്ഡത്തിന്റെ ഭാഗമായി KN മാനദണ്ഡത്തിന്റെ ഭാഗമായി ജി സുധാകരന് സീറ്റ് നിഷേധിക്കുകയും ചെയ്തിരുന്നു 2021. പകരം സലാമാണ് മത്സരിച്ചത്. അവിടെ സലാം വിജയിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജി സുധാകരൻ വലിയ പണം പിരിച്ചെന്നും ആ പണമൊന്നും പാർട്ടിക്ക് മടക്കി നൽകിയിട്ടില്ലെന്നും അതിന്റെ കണക്ക് വ്യക്തമാക്കാൻ പരസ്യമായി പറയാൻ ജി സുധാകരന്റെ ധൈര്യമുണ്ടോ എന്നും സലാം ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നു. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇക്കാര്യങ്ങൾ സലാം പങ്കുവച്ചിരിക്കുന്നത്. ഈ ആക്രമണം കടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.